ഇന്നലെ പടം കണ്ട് തീർന്നപ്പോഴേക്കും ഇന്ന് മോഡിജി വരുന്നതിന് മുന്നോടിയായിട്ടുള്ള മോക്ക് ഡ്രിൽ പ്രകാരം റോഡെല്ലാം ബ്ലോക്ക് ചെയ്തിരിക്കുകയായിരുന്നു. അങ്ങനെ അവിടെ പോസ്റ്റായി അവിടെ നിന്നാണ് വീഡിയോ കിട്ടത്. ഇന്ന് അബദ്ധം പറ്റാൻ പാടില്ലല്ലോ, അതുകൊണ്ട് നേരത്തെ തന്നെ തിയേറ്ററിൽ പോയി തമ്പാനൂർ എത്തി ഏരീസ് പ്ലസിൽ പോകാൻ വേണ്ടിയിട്ട് ഓവർ ബ്രിഡ്ജ് ബ്ലോക്ക് കടന്നു പോകണം. പക്ഷേ അതുവഴി വണ്ടി പോകില്ല എന്ന് പറഞ്ഞു. എന്നാൽ അതുവഴി പോകുമെന്ന് ചോദിച്ചപ്പോൾ പോലീസുകാർക്ക് ഒരു ഐഡിയ ഇല്ല. അത് കഴിഞ്ഞ് ഗാന്ധാരി അമ്മൻ കോയിൽ വഴി പോകാൻ നോക്കി, പറ്റിയില്ല. ബേക്കറി വഴി കയറാൻ നോക്കി, പറ്റിയില്ല. സെക്രട്ടേറിയറ്റിൻ്റെ ബൈക്ക് കൂടി കയറാൻ നോക്കി, പറ്റിയില്ല. അണ്ടർപാസ് വഴി പാളയത്ത് കൂടി കയറാൻ നോക്കി, പറ്റിയില്ല. അപ്പോഴേക്കും 10 മിനിറ്റായി, 20 മിനിറ്റായി, 25 മിനിറ്റായി. പിന്നെ പോയിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി. സിനിമ ഡ്രോപ്പ് ചെയ്ത് രാത്രിയാണ് കാണാൻ പറ്റിയത്. സിനിമയുടെ പേര് ബേബി ഗേൾ. സംവിധാനം ചെയ്തിരിക്കുന്നത് ഗരുഡൻ സംവിധാനം ചെയ്തിട്ടുള്ള അരുൺ വർമ്മ. തിരക്കഥ ചെയ്തിരിക്കുന്നത് ബോബി സഞ്ജയ് എന്നുള്ള മച്ചാനല്ല, അവർ 2 പേരാണ്. വിളിച്ച് പോടാ നാണമില്ലാത്തവനെ, അവൻ്റെ ഒരു ഇളി. ശങ്കർ റൈസാലോയെ അറിഞ്ഞൂടാതെ ഈ റിവ്യൂ ഉണ്ടാക്കാൻ നിൽക്കണം. എടാ, ഇവിടെ മിക്കവരും ഇപ്പം ഡാറ്റ എഴുതാൻ പറയുമ്പോൾ ഇപ്പോഴും 2025 എന്ന് പറഞ്ഞുകൊണ്ട് എഴുതി വെച്ച് അബദ്ധം കാണിക്കുന്നത്. അപ്പോഴാണ് ശങ്കർ മഹാദേവൻ്റെ ഒരു ഇഷ്യൂ. ഇവിടെ പോങ്കടാ പിള്ളേങ്ങളെ പഠിക്കാൻ വയ്ക്കങ്ങളാ. എന്നെ ഞാൻ എന്തായാലും നിർത്താനൊന്നും പാടില്ല. അങ്ങനെ ആരും മനക്കോട്ടായിട്ടുണ്ട് കേട്ടാ. എൻ്റെ ഇടയിൽ കൂടി ഒരു അവസരം കിട്ടിയപ്പോൾ കയറിയങ്ങ് വേണമല്ലോ അവിടെ. അത് നമ്മൾ സിനിമയിലേക്ക് വരാം. ഈ പടം, ഈ സിനിമ ഫാമിലി ഓഡിയൻസിനൊക്കെ ഇഷ്ടപ്പെടാവുന്ന കുറച്ച് ഇമോഷൻസ്, ഫാമിലി ഇമോഷൻസ്, സെൻറ്റിമെൻറ്റ്സ് ഒക്കെ ഉള്ള, ബോറടിക്കാതെ കണ്ടിരിക്കാവുന്ന, എന്നാൽ തീരെ ലോജിക്ക് യാതൊന്നുമില്ലാത്ത, അതിനാടകീയത ഉള്ള മുഹൂർത്തങ്ങളുള്ള ഒരു ത്രില്ലറാണ്. 2 മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു ത്രില്ലറാണ്. തിരുവനന്തപുരത്താണ് പടം നടക്കുന്നത്. തിരുവനന്തപുരത്തെ ഒരു സ്ഥലം, ആ ഒരു ഇത് ഏകദേശം കറക്റ്റായിട്ടൊക്കെ വന്നിട്ടുണ്ട്. കറക്റ്റായിട്ട് സ്ഥലങ്ങളൊക്കെ പറയുന്നുണ്ട്. ഗൗരീശ പട്ടത്തുള്ള ഗുഷപ്പേട് ഹോസ്പിറ്റലിനെ കുറിച്ചാണ് പറയുന്നത്. ഗൗരീശ പട്ടത്ത് ഓൾറെഡി ഗൈനക്കിനുള്ള അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളൊരു ഹോസ്പിറ്റലുണ്ട്. അങ്ങനെ കറങ്ങി പോകണമെന്ന് വിചാരിച്ചപ്പോഴേക്കും ഈ പടത്തിൽ തന്നെ പറയുന്നുണ്ട് ഒരു തുക്കട ഹോസ്പിറ്റലാണെന്നുള്ളത്. അത് നിങ്ങൾ സിനിമ കണ്ടവർ ഗൗരീശ പട്ടത്തൊരു ഹോസ്പിറ്റലുണ്ടെന്ന് പറഞ്ഞിട്ട് സിനിമ തലയിൽ കയറിയിട്ട് അത് ഈ ഹോസ്പിറ്റലാണെന്ന് വിചാരിക്കരുത്. ആ ഹോസ്പിറ്റലിൻ്റെ പേര് ഇതല്ല. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, കുറേ സ്ഥലങ്ങൾ അവർ ടെറൈൻ പല കറക്റ്റായിട്ട് യാഥാർത്ഥ്യവുമായിട്ട് പൊരുത്തപ്പെടുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട്. എക്സെപ്റ്റ് ചിലയിടങ്ങളിൽ ഒരുത്തൻ തമ്പാനൂരിൽ നിന്ന് ഇറങ്ങി ഓടി അവൻ മാനവീയ വീതി പോണ്, അടുത്ത സെക്കൻഡ് ഓടി തിരിച്ച് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ പറയുമ്പോൾ ആരുടെ സൂപ്പർമാനാണ്. ഈ സിനിമ നിങ്ങൾക്ക് അറിയായിരിക്കും. ഈ സിനിമയിൽ മറ്റേ ഒരു കൊച്ച് മിസ്സാവുന്നു. അതിനെ തുടർന്ന് ഉണ്ടായ സംഭവങ്ങളുണ്ട്. അവിടുത്തെ അറ്റൻഡൻ്റാണ് നമ്മുടെ നിവിൻ പോളി, ഗുഡ് ഷെപ്പേർഡ് ഹോസ്പിറ്റലിലെ അറ്റൻഡൻറ്റ്. അങ്ങനെ കൊച്ചിനെ അന്വേഷിച്ച് പോവുകയാണ്. കൊച്ചിനെ അന്വേഷിച്ച് പോകുമ്പോഴേക്കും ഇതിൻ്റെ മേക്കിംഗ് സ്റ്റൈൽ എന്ന് പറയുമ്പം ഇതിൻ്റെ ഇപ്പോൾ ഓഡിയോ നന്നായിട്ടുണ്ട്. മ്യൂസിക് നമ്മുടെ സാം CS ആണ് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പലതും ഹൈ ആയിട്ട് നിർത്തുന്നുണ്ട്. ബാക്കി ഈ സിനിമാറ്റോഗ്രാഫി ആരുടെ ചെയ്തിരിക്കുന്നത്? സിനിമാറ്റോഗ്രാഫി ഫൈസ് സിദ്ദിഖ്. പുള്ളി ചെയ്തിരിക്കുന്നത് മൊബൈൽ വെച്ച് പിടിച്ച പോലെ പലയിടത്തും തോന്നട്ടെ. ഇപ്പം ചില ചേസിങ് സീൻ വരുമ്പോഴേക്കും ഫ്രണ്ടിലത്തെ വണ്ടിയിൽ നിന്ന് ക്യാമറ വെച്ചിട്ട് അതിൻ്റെ ഡിക്കി വരെ കാണാം. അത് വെറൈറ്റി ആയിട്ട് ചെയ്തതാണെന്ന് പറഞ്ഞുകൂടെ. അങ്ങനെ ഭയങ്കര ലാഘവത്തോടെ പലയിടത്തും ചെയ്തു വെച്ചിരിക്കും പോലെ തോന്നി. അതുപോലെ മൊത്തത്തിൽ മേക്കിംഗ് സ്റ്റൈല്, വിഷ്വൽ ചെയ്തിരിക്കുന്നതൊക്കെ ഒരു സുഖമില്ലാത്ത പോലെ എനിക്ക് തോന്നി. ഒരു പഴയ പരിപാടി പിടിച്ചതുപോലെ. അപ്പോൾ കൊച്ചിനെ ഇപ്പോൾ മുമ്പ് DNA എന്നൊരു സിനിമ തമിഴിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, കൊച്ചിനെ കണ്ടുപിടിക്കാൻ നടക്കുന്നത്. അതുപോലത്തെ ഒരു സംഭവമാണ്. കൊച്ചു മിസ്സാവുന്നു. ഈ കൊച്ചിൻ്റെ ഇത്രയും അതും കൂടെ ജനിച്ചു പോയല്ലോ എന്ന് ഓർത്ത് വിഷമിക്കണ ഒരു കൊച്ചായിരിക്കും ഇത്. ചില ഘട്ടങ്ങളിൽ ഈ സിനിമയിൽ ഇതാ പപ്പൻ്റെ കുഞ്ഞ്, ഇത് നിൻ്റെ അപ്പൻ്റെ കുഞ്ഞ് എന്ന് കാണിക്കും പോലെ തന്നെ സ്പൂഫ് അടിച്ചാളതുപോലെ പല സീനുകളും തോന്നിപ്പോയി. അത് തന്നെ കൊച്ചിനെ ഈ എസ്പെഷ്യലി ഇവിടെ വെച്ചിട്ടുള്ള ഒരു സീനുണ്ട്, നമ്മുടെ രക്തസാക്ഷി മണ്ഡപത്തിലുള്ള ഒരു ലോജിക്കും ഒരു ഇതും ഇല്ലാതൊക്കെ ഒരു പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ഇങ്ങനെയാണ് നടക്കുന്നത്. അഭിമന്യു തിലകനാണ് പോലീസ്, ഒരു മണ്ടൻ പോലീസ്. പുള്ളിയുടെ കൂടെ നടക്കുന്ന എല്ലാവരും ഉണ്ട്. ഇത്രയും മണ്ടൻ ലോജിക്ക്. പ്രത്യേക ട്രിവാൻഡ്രം സിറ്റിയിൽ ഒരുത്തനെ പിടിക്കാനോ ഇങ്ങനെ സംഭവം നടന്നു കഴിഞ്ഞാൽ പുഷ്പം പോലെ ഇത്രയും എവിഡൻസിനെ മുന്നിൽ വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ടും പിടിക്കാൻ പറ്റില്ലെങ്കിൽ അത് അത്ര കഴിവുകെട്ട പോലീസാണെന്ന് മാത്രമേ പറയാനുള്ളൂ. ഫോഴ്സ്ഡ് ആയിട്ട് അവിടെ ട്വിസ്റ്റ് കിടക്കട്ടെ, അങ്ങനെ ഒരു സംഭവം കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് യാദൃശ്ചികമായിട്ട് വന്ന സംഭവം നടന്നു പോലത്തെ ഒട്ടേറെ മൊമെൻറ്റ്സ് സിനിമയിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞില്ല, ഈ പടത്തിൽ ഇത് എങ്ങോട്ട് എത്തിച്ചേരുമെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ നമുക്ക് ഉണ്ടാവും ഒരു അവസാനത്തെ 15 മിനിറ്റ് വരെ. അതുകൊണ്ട് തന്നെ അത് കണ്ടിരിക്കാം. അത് ഒരു പല രീതിയിൽ നോൺ ലീനിയർ ആയിട്ട് ഫ്രണ്ടിലും ബാക്കിലും, ഇത് ബാക്കാണെ ഫ്രണ്ടാണ് എന്നൊക്കെ നമുക്ക് കുറച്ച് കഴിയുമ്പോഴേ മനസ്സിലുള്ളൂ ഇത് മുമ്പ് നടന്നതാണെന്നുള്ളത്. അതൊന്നും അവർ സ്പൂൺ ഫീഡ് ചെയ്ത് പറഞ്ഞിട്ടൊന്നുമില്ല. അത് ഒരു ഫ്ലാറ്റായിട്ട് പോണ ഒരു സാധനത്തിന് അങ്ങനെ തിരിച്ച് മറിച്ചിടുമ്പോഴേക്കും അതൊരു വ്യത്യാസമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും എന്നുള്ളത് കൊണ്ടായിരിക്കും അങ്ങനെ ഇട്ടത്. എന്തായാലും നന്നായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പോവുകയാണ്. അപ്പം പോലീസ് ലിജോ മോളിൻ്റെ അടുത്ത് വരുന്നുണ്ട്, സന്ദീപ് പ്രതാപ്. നമ്മൾ നിവിൻ പോളിയേക്കാൾ റോളുണ്ട്. നിവിൻ പോളി എന്ന് പറയുമ്പം നിവിൻ പോളിക്ക് മൊത്തത്തിൽ നിസ്സംഗ ഭാവമാണ് ഇങ്ങനെ നടക്കുന്നത്. നിവിൻ പോളിയുടെ ക്യാരക്ടർ ആർക്കും പ്രോപ്പറല്ല. ആദ്യം കാണിക്കുന്ന നിവിൻ പോളി അങ്ങനെ പെരുമാറുന്നില്ല, പിന്നെ എന്തിനാണ് അതിനുള്ള റീസൺ, ഒരു ജസ്റ്റിഫിക്കേഷൻ ഒന്നുമില്ല. പിന്നെ ചുമ്മാ പുള്ളി അവിടെ ഒരു സൈഡിൽ ട്രാഫിക്കിൽ ശ്രീനിവാസൻ്റെ ക്യാരക്ടർ പോലെ അങ്ങനെ കിടക്കുന്നതല്ലാതെ അയാളുടെ ആർക്കും അയാൾ ചെയ്യുന്ന കാര്യങ്ങൾക്കൊന്നും ഒരു ഇതില്ല, ഒരു ഇമോഷണലി പുള്ളിയായിട്ട് കണക്റ്റ് ആവുന്നില്ല. നായകനെന്നും പറഞ്ഞിട്ടും നായകനായിട്ടുള്ള ഫീലും വരുന്നില്ല. അതേസമയം സംഗീത് പ്രതാപ്
ഒരു നല്ല റോളാണ് ചെയ്തിരിക്കുന്നത്. പുള്ളിയുടെ സേഫ് സോൺ മാറ്റി പിടിച്ച് കുറച്ച് സെൻറ്റിമെൻറ്റ്സ് ആക്കിയിട്ടുണ്ട്. അതിൽ എസ്പെഷ്യലി 1-2 സീനുകൾ ബസ്സിലൊന്നും കാറിലിരുന്ന് ഇമോഷണൽ ആവുന്ന ഒരു രംഗമുണ്ട് ലിജോ മോളുടെ അടുത്ത്. അത് നല്ല കിട്ടുമായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. അതുപോലെ ഫോൺ വിളിക്കുന്ന ഒരു രംഗമുണ്ട്. പാലത്തിൻ്റെ മണ്ടയിരുന്ന് കരയുന്ന ഒരു സാധനം അതൊക്കെ ഭയങ്കരമായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. എന്നാൽ ചില സമയങ്ങളിൽ പുള്ളി അടുത്തൊരാൾ സംസാരിക്കുമ്പോൾ റിയാക്ഷൻ പെടുന്ന സമയത്ത് കണ്ണുതൊളി ഇങ്ങനെ മറ്റേ അമൽ ഡേവിസ് കയറി വരും. ഈ ഒരു സാധനം മാറ്റി പിടിച്ചാൽ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ കുറച്ച് ദിവസം ഞാൻ എല്ലാവരും അഭിനയം പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുള്ളി അവിടെ ഉണ്ട്. പിന്നെ ലിജോ മോള് സെൻറ്റിമെൻ്റൽ കഥാപാത്രമാണ് ചെയ്തിട്ടുണ്ട്. ഒരു ക്രൈം ഈ സിനിമയിൽ നടക്കുന്നുണ്ട്. ആ ക്രൈം ചെയ്യാനുള്ള മോട്ടീവ് തീരെ കൺവിൻസ്ഡ് അല്ല. അങ്ങനെയൊക്കെ ഒരാൾ ചെയ്യുമോ? അവർ ക്യാരക്ടർ കാണിക്കുന്നുണ്ട്, ക്യാരക്ടർ വെച്ചിട്ട് അവരങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. അതിൻ്റെ ഇടയ്ക്ക് കുറേ ട്വിസ്റ്റും ടേൺസും ഒക്കെ കൊണ്ടുവന്നു. അതും ഭയങ്കര ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫോഴ്സ്ഡ് ആയിപ്പോയി. അങ്ങനെ കുറച്ച് ഫീൽ ചെയ്ത് ഫസ്റ്റ് ഹാഫൊക്കെ പടപട ചെയ്തുകൊണ്ട് പടം പോയി. സെക്കൻഡ് ഹാഫാണ് കുറച്ച് ലെങ്ത് ഫീൽ ചെയ്തത്. പക്ഷേ അത് തന്നെ എൻ്റെ അവസാനം അങ്ങോട്ട് എത്തുമ്പോഴേക്കും നമുക്ക് അഭിനയിക്കുന്ന ആൾക്കാർ ആരൊക്കെയാണെന്നൊക്കെ അറിയാമെന്നുള്ളത് കൊണ്ട് ഇതിൻ്റെ അവസാനം ഇങ്ങനെ വരുള്ളൂ, ഇദ്ദേഹം ഇങ്ങനെ ചെയ്യത്തുള്ളൂ, ഇതായിരിക്കും ഇതിൻ്റെ ക്ലൈമാക്സ് എന്ന് നമുക്ക് തീർച്ചയായിട്ടും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ അത് ഭയങ്കര ട്വിസ്റ്റ് പോലെയൊക്കെയാണ് ഇവരിതിൽ കാണിച്ചു വെച്ചിരിക്കുന്നത്. കോമഡി ആയിട്ടുണ്ട്. പിന്നെ അഭിനയിച്ചിരുന്നത് ജാഫർ ഇടുക്കിയാണ്. പുള്ളി എന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരം സ്ലാങ് ആവുമെന്നാണ് പുള്ളിയുടെ വിചാരം. പിന്നെ അസീസ് നെടുമങ്ങാട്, അതിഥി രവിയുണ്ട്, ശ്രീജിത്ത് രവിയുണ്ട്, മറ്റേ അശ്വത് ലാലുണ്ട്, പ്രേം പ്രകാശ് ഒരു ഫ്ലക്സിൽ വന്ന് പോകുന്നുണ്ട്, കിച്ചു ടെല്ലസ്. കുറച്ചേ ഉള്ളൂങ്കിലും പുള്ളിയുടെ ക്യാരക്ടർ എന്തിനാണ് ചൊറിയൻ സാധനം നമുക്ക് കിട്ടി. നല്ല വെട്ടിപ്പായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. പിന്നെ നിഷാ ശാരംഗ്, കൈലാഷ് സാറ്, മേജർ രവി, പിന്നെ നമ്മളെ ഗുണ്ടുകാട് സാബു ഉണ്ട്, അതുപോലെ IP ബിനോണ്ണനെ കൊണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ കുറേ പേരൊക്കെ ഇതിനകത്തുണ്ട്. നന്ദു, ഇങ്ങനെ ഒരുപാട് പേര് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ കുറേ സംഭവങ്ങൾ സീരിയൽ നാടകം ലെവലിലോട്ട് പോയിട്ടുണ്ട്. പിന്നെ ഒരു മെസ്സേജ് ഇതിനകത്തുണ്ട്. ഇപ്പോൾ നമ്മുടെ അടുത്ത ജനറേഷനിൽ പിള്ളേർക്ക് പറ്റുന്ന പക്വതക്കുറവ്, അവിടുത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് സമയങ്ങളിൽ ഒരു മെസ്സേജ് നന്നായിട്ട് പാസ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. അത് കൊള്ളായിരുന്നു. അപ്പോൾ ഇത് തിരക്കഥയിൽ ഒരുപാട് ലോജിക്ക് കോട്ട വിട്ട പോലത്തെ പരിപാടികൾ ഉണ്ട് എന്നതൊഴിച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ഇത് നമുക്ക് ഫാമിലി ആയിട്ടൊക്കെ മറ്റേ രക്തച്ചൊരിച്ചിലൊന്നും ഇല്ലാത്തൊരു ത്രില്ലർ എന്ന നിലയ്ക്ക് കണ്ടിരിക്കാം. ബോറടിക്കാനൊന്നുമില്ല എന്നാണ് എനിക്ക് തോന്നിയത് ഈ സിനിമയെക്കുറിച്ച്. പോകെ പിന്നെ പടം ഭയങ്കര താഴോട്ട് പോകും പോലെ തോന്നി. ഒരു സമയം എന്നുള്ള സാധനമുണ്ടല്ലോ, പാളയത്തിൽ നിന്ന് ഗൗരീശ പട്ടത്തിലെത്താനുള്ള സമയം. അവിടെ കിടന്ന് കറങ്ങിയിട്ടും ഒരാളാർക്കും ഇത്രയും മീഡിയയും ഇത്രയും ഓപ്പൺ സ്ഥലമാണ്, ഇത്രയും CCTVകളുള്ള സ്ഥലത്ത് ഒരാളെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല എന്നൊക്കെ പറയണതൊക്കെ കുറച്ച്. അതുപോലെ UTS ആപ്പ് വഴി, മെയിൽ വഴി ട്രെയിനിൻ്റെ ടിക്കറ്റ് നോക്കുന്ന ഇൻ്റർഫേസ് ഒക്കെ ഉണ്ട്. അങ്ങനെയൊന്നും അല്ല അത് കാണുന്നത്. അവരുടെ സിനിമാറ്റിക് ലിബർട്ടിയാണ്. അതൊന്നും വലിയ പ്രശ്നമായിട്ടൊന്നും ഞാൻ പറയില്ല. പക്ഷേ ബേസിക് ഒരു സംഭവം നമുക്ക് പലയിടത്തും ഇത് കല്ലുകടിയായിട്ട് തോന്നുന്നുണ്ട്. ഒന്നത് ഈ ഒരു കെട്ടൽ സീരിയൽ പരിപാടി വരുമ്പോഴേക്കും അതിന് വേണ്ടിയിട്ട് സീനുകൾ ബിൽഡ് ചെയ്ത് ഫോഴ്സ് ചെയ്ത് വെച്ചിരിക്കും പോലത്തെ ഒരു അവസ്ഥ. അപ്പോൾ അതാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു തവണ തിയേറ്ററിൽ പോയി കണ്ടു നോക്കാവുന്ന, പരീക്ഷിക്കാവുന്ന ഒരു സിനിമയാണ്. തീരെ ഒരു അപരാധം മറ്റേ ഒരു വെറുതെ ഒരു ത്രില്ലർ ഇറക്കിയതുപോലെയല്ല. തിരക്കഥയിൽ കുറച്ച് കാര്യങ്ങൾ അവർ ശ്രമിച്ചിട്ടുണ്ട്. കുറച്ചുകൂടി നന്നായിട്ട് ഒരു സീറ്റ് എഡ്ജ് പോലെ കൊടുത്ത് കുറച്ചുകൂടി ഫാസ്റ്റ് കട്ടായിട്ടൊക്കെ പോയിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും എന്ന് എനിക്ക് ഫീൽ ചെയ്യിപ്പിച്ച ഒരു സിനിമയാണ് ബേബി ഗേൾ. എന്തരാ വരട്ടെ.